നമസ്കാര സുഹൃത്തുക്കളെ, എല്ലാവർക്കും സഹകാരിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ SCRT സീരീസുകൾ കൂട്ടുകാർ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ 8ാം ക്ലാസ്സിലെ ആദ്യത്തെ അധ്യായമായിട്ടുള്ള അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്നുള്ള പാഠത്തിൻ്റെ 3ാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കുവാനായി പോകുന്നത്. ഓക്കെ, 2 പാർട്ട് കൂട്ടുകാർ കൃത്യമായി കണ്ടിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഉറപ്പായിട്ടും നിങ്ങൾ ഏത് PSC എക്സാമിനാണോ തയ്യാറെടുക്കുന്നത് അതിൽ ഉറപ്പായിട്ടും ഈ ഒരു ഭാഗത്ത് നിന്നും ഒരു ചോദ്യം ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ഒരു പാഠഭാഗത്ത് വരുന്ന എല്ലാ പോർഷൻസും അത്രയ്ക്കും പ്രാധാന്യമേറിയതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠത്തിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് സ്ത്രീ മുന്നേറ്റം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഈ ഒരു കോളം, ഓക്കെ, ഈ ഒരു ബോക്സും അതോടൊപ്പം തന്നെ ആ ബോക്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂട്ടുകാർ അത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ സ്ത്രീ മുന്നേറ്റം എങ്ങനെയായിരുന്നു അല്ലേ? സ്വാഭാവികപരമായിട്ടും ആ ഒരു കാലഘട്ടം അല്ലേ, ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന അവരുടെ ആധിപത്യം അല്ലെ, ബ്രിട്ടീഷുകാരുടെ ആധിപത്യം. സോ ഈ ആധിപത്യം സ്ഥാപിക്കുവാനായി അവർ സ്വീകരിച്ച മാർഗങ്ങൾ എന്തൊക്കെയായിരുന്നു, ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, സ്വാഭാവികപരമായിട്ടും അവർ ആദ്യം എന്ത് ചെയ്തു? നാട്ടുരാജ്യങ്ങൾ അല്ലെ, ആ നാട്ടുരാജ്യങ്ങൾ മേൽ അവരുടെ ആധിപത്യം സ്ഥാപിക്കുവാനായി പല മാർഗങ്ങൾ ബ്രിട്ടീഷുകാർ സ്വീകരിക്കുന്നുണ്ട്. സോ അത് ഏതൊക്കെ മാർഗങ്ങളാണ് എന്നതാണ് നാം ഇന്ന് പരിശോധിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കിട്ടൂർ എന്ന പ്രദേശത്തെ പറ്റിയാണ്. ഓക്കെ, ഈ കിട്ടൂർ എന്ന പ്രദേശത്തെ രാജാവായിരുന്നു ആരെന്ന് പറയുന്നത് ശിവലിംഗ രുദ്രദേശായി. ഓക്കെ, അപ്പോൾ ശിവലിംഗ രുദ്രദേശായി വിവാഹം കഴിക്കുന്നത് ചെന്നമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയെയാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ വിവാഹം കഴിഞ്ഞു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ശിവലിംഗ രുദ്രദേശായി മരണപ്പെടുകയാണ്. ഓക്കെ, അവർക്ക് കുട്ടികളൊന്നും ആയില്ല. അതിനു മുന്നേ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം മരണപ്പെടുന്നുണ്ട്. ചെന്നമ്മ എന്താവുന്നു? വിധവയാവുന്നു. ഓക്കെ, പിന്നീട് ഈ ചെന്നമ്മ കിട്ടൂർ റാണി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, സോ കിട്ടൂർ റാണി ചെന്നമ്മ വിധവയാവുകയാണ്. അങ്ങനെ അവർ എന്ത് തീരുമാനിച്ചു? ഒരു ആൺകുട്ടിയെ ദത്തെടുക്കുവാനായി തീരുമാനിക്കുകയാണ്. ഓക്കെ, പക്ഷേ ഈ ഒരു തീരുമാനം ആരെതിർക്കുന്നു? ബ്രിട്ടീഷുകാർ എതിർക്കുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ കിട്ടൂർ ചെന്നമ്മ ശക്തമായി പോരാടുന്നു. അവസാനം ബ്രിട്ടീഷുകാർ തടവിലാക്കുകയും തടവിൽ കിടന്നാണ് ആര് മരിക്കുന്നത്? കിട്ടൂർ ചെന്നമ്മ മരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആ SCRT പോർഷനിൽ നിന്നുമുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. നോക്കിയേ, ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇന്ത്യയിലെ ഭരണാധികാരികളെ ബാധിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീര വനിതയായിരുന്നു കിട്ടൂർ റാണി ചെന്നമ്മ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സുഹൃത്തുക്കളെ. മറാത്ത ഭരണത്തിന്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകയിലെ നാട്ടുരാജ്യമായിരുന്നു കിട്ടൂർ. ഓക്കെ, ഈ മറാത്ത ഭരണം എങ്ങനെയൊക്കെയാണ് ബ്രിട്ടീഷുകാർ പിടിച്ചടക്കിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. 3ാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു കിട്ടൂർ ഭരണാധികാരി. അദ്ദേഹത്തിന്റെ മരണശേഷം വിധവയായ ചെന്നമ്മ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ ആ ഒരു തീരുമാനം ആരെതിർത്തു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തടയുകയും കിട്ടൂരിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. കണ്ടോ, അവരുടെ ആധിപത്യം സ്ഥാപിക്കാനായി സ്വീകരിച്ച മാർഗമാണ്. ഓക്കെ, ഇതിൽ പ്രകോപിതനായ കിട്ടൂർ റാണി ചെന്നമ്മ ബ്രിട്ടീഷുകാരുമായി യുദ്ധം പ്രഖ്യാപിച്ചു. 1829 ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവേ ചെന്നമ്മ മരണപ്പെട്ടു. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ ഈ ഭാഗത്ത് നിന്നും ചോദ്യം വരാവുന്നതാണ്. നോക്കി വെച്ചോളുക സുഹൃത്തുക്കളെ, വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഇനി നമ്മൾ പറയാനായി പോകുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പിടിച്ചു കുലുക്കിയ കൊടുങ്കാറ്റ് എന്തായിരുന്നു? ഓക്കെ, എന്തായിരുന്നു എന്നൊക്കെ നമുക്കറിയാം അല്ലേ? 1857 1ാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ഓക്കെ, സോ അതിനെ പറ്റിയാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ 1807 കലാപം, 1807 കലാപത്തിന് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. ഓക്കെ, സോ എന്തൊക്കെയായിരുന്നു ആ കാരണങ്ങൾ? എന്ത് സംഭവിച്ചു? ഓക്കെ, ദെൻ ആ വിപ്ലവത്തിന് ശേഷം എന്തെല്ലാം മാറ്റങ്ങളാണ് ബ്രിട്ടീഷ് ഭരണത്തിലും ഇന്ത്യയിലും ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുവാൻ പോകുന്നത്. സോ ഈ 1ാം സ്വാതന്ത്ര്യ സമരത്തിന് മുന്നേ പലതരത്തിലുള്ള കലാപങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ മറ്റു കലാപങ്ങളും 1857 നടന്ന ഈ 1ാം ഇന്ത്യ സ്വാതന്ത്ര്യ സമരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓക്കെ, എന്ത് ഡിഫറൻസ് ആണ് ഇത് തമ്മിൽ? അത് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത്
ഒന്നാം ഇന്ത്യ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന 1857 വിപ്ലവം എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ ഉലയ്ക്കുന്നുണ്ട്. ഓക്കെ, കാരണം ഒരു സംഘടിതമായിട്ടുള്ള കലാപമായിരുന്നു. അവിടെ പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, സാധാരണക്കാർ, കർഷകർ, കൈത്തൊഴിലുകാർ, നാട്ടുരാജാക്കന്മാർ, സൈനികർ, ഭൂപ്രഭുക്കർ തുടങ്ങിയ പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒത്തൊരുമിച്ച് നിന്ന് ആർക്കെതിരെ പോരാടുന്നു? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയാണ്. സോ അവിടെ ഒരു സംഘടിത ശക്തി വരികയാണ്. സ്വാഭാവികപരമായിട്ടും സംഘടിത ശക്തി വരുമ്പോൾ അവിടെ എതിർ ദിശയിൽ അല്ലെങ്കിൽ എതിർപക്ഷത്ത് നിൽക്കുന്ന കക്ഷികളൊന്ന് വിറയ്ക്കും. ഓക്കെ, സോ ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കുവാനായി പോകുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യയുടെ പല ഭാഗത്തും ഒറ്റപ്പെട്ട പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ടെന്ന് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു അല്ലേ? അത്തരം പോരാട്ടങ്ങളെല്ലാം കമ്പനി പട്ടാളം അടിച്ചമർത്തി. എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് എതിരായി ഇന്ത്യയിൽ നടന്ന സംഘടിത കലാപമായിരുന്നു 1857 ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ചരിത്രകാരർ ഈ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി വിശേഷിപ്പിക്കുന്നു. സാധാരണക്കാർ, കർഷകർ, കൈത്തൊഴിലുകാർ, നാട്ടുരാജാക്കന്മാർ, സൈനികർ, ഭൂപ്രഭുക്കർ തുടങ്ങിയ സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ പങ്കെടുത്ത ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപമായിരുന്നു. സുഹൃത്തുക്കളെ, ഈ സെന്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്തുകൊണ്ടാണ് 1857 വിപ്ലവത്തെ സംഘടിത കലാപം എന്ന് പറയുന്നത്? ആ ഒരു കാരണമാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞത്. ഇത് വിവിധ ജനവിഭാഗങ്ങളിലെ കലാപത്തിലോട്ട് പങ്കെടുപ്പിക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും? ഓക്കെ, സോ എന്തോ ഒരു ശക്തമായ ഒരു നിയമമോ അല്ലെങ്കിൽ ഒരു നയമോ അവിടെ കൊണ്ടുവന്നു അല്ലേ? അതുകൊണ്ടാണ് ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും എന്ത് ചെയ്യുന്നത്? ഈ ഒരു ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുവാൻ തയ്യാറെടുത്തത്. സോ എന്തൊക്കെയായിരുന്നു ആ ഒരു നയങ്ങൾ? അതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതിലെ ആദ്യത്തെ നയമാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. സൈനിക സഹായ വ്യവസ്ഥ അല്ലെങ്കിൽ സബ്സിഡറി അലയൻസ് പോളിസി. ഓക്കെ, സോ എന്താണ് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത്? അതായത് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വികസനത്തിന് കൂടുതൽ ആധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഗവർണറായിരുന്ന വെല്ലസ്ലി, പ്രത്യേകം ഓർത്തു വയ്ക്കുക, ബ്രിട്ടീഷ് ജനറലായിരുന്ന വെല്ലസ്ലി നടപ്പിലാക്കിയ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? സൈനിക സഹായ വ്യവസ്ഥ. അവിടെ ഒരു ചോദ്യമുണ്ട്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ജനറൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ജനറൽ അല്ലെങ്കിൽ ഗവർണർ ജനറൽ ആരായിരുന്നു? വെല്ലസ്ലി പ്രഭു. ഓക്കെ, നോട്ട് എഴുതുന്നവർ പ്രത്യേകം എഴുതി വച്ചിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ വെല്ലസ്ലി ഈ ഒരു നയം നടപ്പിലാക്കുകയാണ്. സോ എന്താണ് സൈനിക സഹായ വ്യവസ്ഥ? ആ ഒരു വാക്കിൽ തന്നെയുണ്ട്. എന്താണ്? സൈനികരെ സഹായത്തിനായി നൽകുന്നു. യഥാർത്ഥത്തിൽ സഹായത്തിനാണോ നൽകുന്നത്? അല്ല. എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു നാട്ടുരാജ്യം, ഓക്കെ, ആ നാട്ടുരാജ്യത്ത് എന്ത് ചെയ്യുകയാണ്? സൈനികരെ ബ്രിട്ടീഷുകാർ നൽകുകയാണ്. ഓക്കെ, അതായത് ഈ സൈനികർ എല്ലായ്പ്പോഴും നാട്ടുരാജ്യത്തിൻ്റെ രാജാക്കന്മാരെ സഹായിക്കുവാനായി ഉണ്ടായിരിക്കും. ഓക്കെ, പക്ഷേ ഒരു വ്യവസ്ഥ, ആ സൈനികരുടെ എല്ലാ ചെലവും ആര് വഹിച്ചോണം? ആ രാജാവ് വഹിച്ചോണം. ഓക്കെ, അതോടൊപ്പം തന്നെ മറ്റൊരു യൂറോപ്യൻ രാജ്യവുമായി സഖ്യത്തിലേർപ്പെടാൻ കഴിയുകയില്ല. ഓക്കെ, ദെൻ അതോടൊപ്പം തന്നെ ഈ ഒരു സൈനികരുടെ എല്ലാ ആവശ്യങ്ങളും ആര് നോക്കണം? രാജാവ് നോക്കണം. ഇതിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ആ നാട്ടുരാജ്യം ബ്രിട്ടീഷ് ആധിപത്യം അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കീഴിലാവും. ഇതായിരുന്നു സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, യഥാർത്ഥത്തിൽ ഇത് സഹായിക്കുവാനായിരുന്നു? ഒരിക്കലുമല്ല, ഒരു ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് തൻ്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായി പാർപ്പിക്കണം. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞത്. എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കാനായി സൈനികരെ നൽകുന്നു. കമ്പനിയുടെ സൈനിക വിഭാഗത്തിലുള്ള എല്ലാ ചെലവും സഖ്യത്തിൽ ഏർപ്പെടുന്ന രാജാവ് വഹിക്കണം. ഓക്കെ, ആർക്കാണോ നൽകുന്നത് അവരെന്ത് ചെയ്യണം? എല്ലാ ചെലവുകളും വഹിച്ചോളണം. കമ്പനിയുടെ അനുമതി ഇല്ലാതെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല. അങ്ങനെ സഖ്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ കൂടുതൽ ശക്തരാകും. ഓക്കെ, സോ അതിനും സമ്മതിച്ചിരുന്നില്ല. ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കാതെ ഒരു നടപടിയും സഖ്യരാജാവ് നടപ്പിലാക്കാൻ പാടില്ല. ഓക്കെ, അതായത് എല്ലാ കാര്യങ്ങളും ആരുമായിട്ട് ചർച്ച ചെയ്യണം? ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായിട്ട് ചർച്ച ചെയ്യണം. സഖ്യരാജാവ് തൻ്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ താമസിപ്പിക്കണം. അപ്പോൾ ഈ സഖ്യത്തിൽ ഏർപ്പെടുന്ന രാജാവ് എന്ത് ചെയ്യണം?
ബ്രിട്ടീഷ് റെസിഡന്റിന്, അതായത് ഈ ഭരണം കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ ഓക്കെ എന്നൊക്കെ പരിശോധിക്കാനായിട്ട് ഏർപ്പെടുത്തുന്ന ആളാണ് ആരെന്ന് പറയുന്നത് ബ്രിട്ടീഷ് റെസിഡന്റ്. ഓക്കെ, സോ ഈ ബ്രിട്ടീഷ് റെസിഡന്റ് എന്ത് ചെയ്യണം? സഖ്യരാജാവ് തൻ്റെ രാജ്യത്ത് താമസിപ്പിച്ചിരിക്കണം. ഈ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കും. ഓക്കെ, സോ ഈ ഒരു വ്യവസ്ഥ ലംഘിക്കപ്പെടുകയാണെങ്കിൽ ആ നാട്ടുരാജ്യം എന്ത് ചെയ്യും? ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കും. ഇതായിരുന്നു സൈനിക സഹായ വ്യവസ്ഥ. യഥാർത്ഥത്തിൽ സഹായമല്ലായിരുന്നു, എന്തായിരുന്നു? ഒരു ദ്രോഹമായിരുന്നു. ഓക്കെ, ഇതുപോലെ നടപ്പിലാക്കിയ മറ്റൊരു നയമാണ് ദത്തവകാശ നിരോധന നിയമം അല്ലെങ്കിൽ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ്. ഓക്കെ, സോ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് അഥവാ ദത്തവകാശ നിരോധന നിയമം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സോ സുഹൃത്തുക്കളെ, എന്താണ് ദത്തവകാശ നിരോധന നിയമം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഒരു നാട്ടുരാജ്യം, ഓക്കെ, ഒരു നാട്ടുരാജ്യത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പിന്തുടർച്ചക്കാരില്ല, അതായത് അവിടുത്തെ രാജാവിന് എന്തില്ല? മക്കളില്ല. ഓക്കെ, സോ ആൺമക്കളില്ല. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, ആൺമക്കളില്ലാതെ ആ രാജ്യത്തെ രാജാവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കുടുംബത്തിൽ നിന്നോ ഒന്നും തന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാനായി കഴിയത്തില്ല. ഓക്കെ, സോ ആ ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ ആ നാട്ടുരാജ്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കീഴിലാവും. അതാണ് ദത്തവകാശ നിരോധന നിയമം. ആ ഒരു വാക്യം തന്നെയുണ്ട്, എന്താണ്? ദത്തെടുക്കാനുള്ള അവകാശം ഇല്ലാതെയാകുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിട്ടൂർ ചെന്നമ്മ. ഓക്കെ, സോ കിട്ടൂർ ചെന്നമ്മയുടെ കാര്യം വരുമ്പോൾ ഈ ദത്തവകാശ നിരോധന നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുന്നേ പിടിച്ചെടുത്ത പ്രദേശമാണ് എന്തെന്ന് പറയുന്നത്? കിട്ടൂർ എന്ന് പറയുന്നത്. 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ഫാക്ട് ചോദിച്ചിട്ടുണ്ട്, അത് അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. അതായത് ഈ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ പ്രഭു അല്ലെങ്കിൽ ഗവർണർ ജനറൽ ആരായിരുന്നു? ഡൽഹൌസി പ്രഭു ആയിരുന്നു. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഡൽഹൌസി പ്രഭു ആണ് ദത്തവകാശ നിരോധന നിയമം എന്ത് ചെയ്തത്? പാസ്സാക്കിയത്. ഓക്കെ, സോ ദത്തവകാശ നിരോധന നിയമപ്രകാരം ആദ്യം പിടിച്ചെടുത്ത പ്രദേശം ഏതായിരുന്നു? സത്താറയായിരുന്നു. ഓക്കെ, സത്താറ. ഇത് രണ്ടും SCERT ഇല്ലാത്ത എന്നാൽ ഇപ്പോഴും ചോദിക്കുന്ന സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ വരുന്ന ഒരു ഫാക്റ്റാണ്. ദത്തവകാശ നിരോധന നിയമ പ്രകാരം പിടിച്ചെടുത്ത ആദ്യ പ്രദേശം എന്ന് പറയുന്നത് സത്താറ. 1848 എന്ത് ചെയ്യുന്നത്? 1848 സത്താറ എന്ന് പറയുന്ന നാട്ടുരാജ്യം ബ്രിട്ടീഷുകാർ ദത്തവകാശ നിരോധന നിയമപ്രകാരം ആദ്യം പിടിച്ചെടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് SCERT തന്നിട്ടുള്ള കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി പിന്തുടർച്ച അവകാശികളായി ആൺമക്കളില്ലാതെ മരിച്ചാൽ മറ്റൊരു കുടുംബത്തിൽ നിന്നും ഒരു ആൺകുട്ടിയെ അനന്തരാവകാശിയായി ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഗവർണറായിരുന്ന ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമപ്രകാരം ദത്തെടുക്കാനുള്ള രാജാവിൻ്റെ അധികാരം ഇല്ലാതായി. അനന്തരാവകാശി ഇല്ലാതാകുന്നതോടെ ആ നാട്ടുരാജ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലാകും. ഓക്കെ, ഈ 2 നിയമങ്ങൾ പ്രകാരം ഏതൊക്കെയാണ്? ദത്തവകാശ നിരോധന നിയമവും അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു ഏതാണ്? സൈനിക സഹായ വ്യവസ്ഥ. ഓക്കെ, സോ ഈ 2 നിയമപ്രകാരം ഒട്ടനവധി നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. സോ ദുർഭരണം ആരോപിച്ച് അവധ് അല്ലെങ്കിൽ ഔദ് എന്ന രാജ്യവും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുകയാണ്? ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ 1857 മറ്റൊരു കാരണം, അതായത് ഈ ബ്രിട്ടീഷ് സൈനികർ, ഓക്കെ, ഈ ബ്രിട്ടീഷ് സൈനികർ വിഭാഗത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യക്കാരും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഈ ഇന്ത്യക്കാരെ കൂടെ, അതായത് ഇന്ത്യൻ സൈനികരെ കൂടെ വളരെ അവഹേളനമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷുകാർ പെരുമാറുന്നത്. ഓക്കെ, കൃത്യമായിട്ട് ഭക്ഷണമോ താമസ സൗകര്യമോ ഒന്നും തന്നെ നൽകുന്നില്ല. ഇതിനോടൊപ്പം തന്നെ എൻഫീൽഡ് 53 ബ്രിട്ടീഷുകാർ 1857 കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഈ എൻഫീൽഡ് 53 പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അതിൻ്റെ കാട്രിഡ്ജ് അല്ലെങ്കിൽ അതിൻ്റെ തിരി എന്ത് ചെയ്യണം?
കടിച്ചിളക്കേണ്ട ആവശ്യകതയുണ്ട്. സോ ആ തിരി നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആ കാട്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് കൊണ്ടാണ്. സോ ഇത് മതവികാരത്തെ വ്രണപ്പെടുത്തുന്നു എന്നുള്ള രീതിയിൽ ആകുന്നു. സോ ഇന്ത്യൻ ശിപ്പായികൾ അല്ലെങ്കിൽ ഇന്ത്യൻ സൈനികർ ഇതിനെ ശക്തമായി എതിർക്കുകയാണ്. സോ ഇതെന്താണ് 1857 മറ്റൊരു കാരണമാണ്. ഇത് കൂടാതെ ഒട്ടനവധി കാരണങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കും. ഇത് ജസ്റ്റ് SCERTയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. സോ നമുക്ക് SCERTയിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊന്ന് നോക്കാം. ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമർത്ഥരായിരുന്നെങ്കിലും ഇന്ത്യൻ സൈനികർക്ക് കുറഞ്ഞ വേതനവും മോശം ഭക്ഷണവും താമസ സൗകര്യവുമായിരുന്നു നൽകിയിരുന്നത്. അതിർത്തി നിറഞ്ഞ ഈ ഒരു സാഹചര്യത്തിലാണ് കമ്പനി പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് വിതരണം ചെയ്തത്. എൻഫീൽഡ് 53 അല്ലെങ്കിൽ എൻഫീൽഡ് തോക്കുകൾ വിതരണം ചെയ്യുന്നത്. അതിൻ്റെ വെടിയുണ്ടകൾക്ക് ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ് കവർ ഉണ്ടായിരുന്നു. അതാണ് ആ കാട്രിഡ്ജ് എന്ന് പറയുന്നത്. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് മുമ്പ് ഈ കവർ കടിച്ചു കീറണമായിരുന്നു. കവറിൽ പുരട്ടിയിരിക്കുന്നത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്നും ഉണ്ടാക്കിയ ഒരു തരം ഗ്രീസ് ആയിരുന്നു എന്ന പ്രചരണം സൈനികർക്കിടയിൽ ഉണ്ടായി. ഇത് അവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു. ഇതിനെതിരെ ആദ്യമായി പ്രതിഷേധിച്ചത് ബരക്പൂരിലുള്ള സൈനികനായിരുന്ന മംഗൾ പാണ്ഡെ ആയിരുന്നു. ഓക്കെ, സോ മംഗൾ പാണ്ഡെ എന്ന് പറയുന്ന ഒരു വിപ്ലവകാരി. ഓക്കെ, അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ ശക്തമായി എതിർത്തത്. അദ്ദേഹം ഒരു സൈനികനായിരുന്നു. മാത്രമല്ല 1857 കലാപത്തിലെ ആദ്യ മരണം അല്ലെങ്കിൽ ആദ്യത്തെ വീര്യവർത്യു മരിച്ച വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? മംഗൾ പാണ്ഡെയാണ്. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു തോക്കിൽ വെടിയുണ്ട നിറയ്ക്കാനായിട്ട് അദ്ദേഹത്തെ നിർബന്ധിച്ചു. പക്ഷെ അദ്ദേഹം ശക്തമായി എതിർക്കുകയാണ്. അദ്ദേഹം ആ ഒരു കാര്യം ചെയ്തിരുന്നില്ല. സോ അദ്ദേഹത്തെ ഈ ഒരു തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുവാനായി നിർബന്ധിക്കുന്നു. പക്ഷേ അദ്ദേഹം അതിന് വഴങ്ങിയില്ല. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈനികരെ ആക്രമിക്കുകയാണ്. പിന്നീട് മംഗൾ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യുകയും തൂക്കിലേറ്റുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, തോക്കിൽ വെടിയുണ്ട നിറയ്ക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് സൈനികനെ ആക്രമിച്ചതിന് മംഗൾ പാണ്ഡെയെ 1857 ഏപ്രിൽ 8 ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. ഡേറ്റും മാസവും ഇയറും ഇമ്പോർട്ടൻ്റ് ആണ്. 1857 ഏപ്രിൽ 8 ബ്രിട്ടീഷുകാർ ആരെ തൂക്കിലേറ്റി ാണ് സുഹൃത്തുക്കളെ? മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റുകയാണ്. 1857 കലാപം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു. അപ്പോൾ 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ട ആദ്യത്തെ സ്ഥലം എവിടെയാണ്? മീററ്റാണ്. വളരെ ഇമ്പോർട്ടൻ്റ് നോട്ടിൽ രേഖപ്പെടുത്തി വെച്ചേക്കുക. സോ മംഗൾ പാണ്ഡെ അവിടെ മരിക്കുകയാണ്. ഓക്കെ, സോ മംഗൾ പാണ്ഡെ മരിച്ചതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന സൈനികർ നേരെ എങ്ങോട്ടേക്ക് വന്നു? ഡൽഹിയിലോട്ട് വന്നു. അന്നത്തെ ഡൽഹിയിലെ മുഗൾ ഭരണാധികാരിയായിരുന്ന ആര്? ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. അതായത് അവിടെ എന്ത് ചെയ്യുകയാണ്? ഡൽഹി പിടിച്ചെടുക്കുകയാണ്. ഓക്കെ, സോ ഡൽഹി പിടിച്ചെടുക്കുകയും അതോടൊപ്പം തന്നെ അന്നത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി അവരോധിച്ചു. ഓക്കെ, സോ ബഹദൂർ ഷാ രണ്ടാമൻ അത്യാവശ്യം ഏജ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ എന്ത് ചെയ്യുകയാണ്? ചക്രവർത്തിയായി പ്രഖ്യാപിക്കുകയാണ്. സോ സൈനികരെ കൂടാതെ ഈ നാട്ടുരാജ്യങ്ങളെ ഭരണം നഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഏതാണ്? സൈനിക സഹായ വ്യവസ്ഥ പ്രകാരം അല്ലെങ്കിൽ ദത്തവകാശ നിരോധന പ്രകാരം അങ്ങനെ മറ്റ് പല നയങ്ങളിലൂടെയും എന്ത് ചെയ്യുന്നുണ്ട്? അധികാരം നഷ്ടപ്പെട്ട നാട്ടുപ്രമാണിമാർ അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളുണ്ടായിരുന്നു, കർഷകരുണ്ടായിരുന്നു, ഓക്കെ, തൊഴിലാളികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങൾ എന്ത് ചെയ്യുകയാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ ആഞ്ഞടിക്കുകയാണ്. സോ വളരെ രീതിയിൽ പ്രതിഷേധവുമായിട്ട് കലാപം മുന്നോട്ട് പോകുന്നുണ്ട്. മാസങ്ങളോളം എടുത്തു ഈ ഒരു കലാപം അടിച്ചമർത്താനായിട്ട്. പക്ഷേ എന്ത് ചെയ്യുകയാണ്? കലാപം അടിച്ചമർത്തി. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാർ കൊല്ലുകയാണ്. ഓക്കെ, പല ആയുധങ്ങളും അതുപോലെ തന്നെ പല മറ്റു മാർഗങ്ങളിലൂടെയൊക്കെ എന്ത് ചെയ്യുകയാണ്? ഇന്ത്യക്കാരെ കൊല്ലുകയാണ്. സോ
പീരങ്കിക്ക് വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യക്കാരെ ഇരയാക്കുന്നുണ്ട്. അനേകമായിരം പേരെ തൂക്കിലേറ്റുകയും അതോടൊപ്പം തന്നെ തലകീഴായി കെട്ടിത്തൂക്കി വധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവധിൽ മാത്രം ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ട് ഏകദേശം 1 ലക്ഷം ആളുകളെ വളരെ ക്രൂരമായി കൊല്ലുന്നുണ്ട് ബ്രിട്ടീഷുകാർ. ഓക്കെ, സോ അങ്ങനെ കലാപം അടിച്ചമർത്തപ്പെട്ടെങ്കിലും പക്ഷേ അവിടെ വലിയൊരു മാറ്റം സംഭവിച്ചു. ഓക്കെ, സോ ഈ കലാപം പരാജയപ്പെടാൻ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് പറയാം. പക്ഷേ ഈ കലാപത്തിലൂടെ ഒരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി, ഇവരെല്ലാവരും ഒന്നിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ എതിർക്കുവാൻ കഴിയും എന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായതായിരുന്നു ഈ 1-ാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. ഓക്കെ, സോ കലാപം നടക്കാത്ത സ്ഥലങ്ങളിൽ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കലാപകാരികളെ പിന്തുണയ്ക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. കലാപത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, സോ മാസങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാർ എല്ലായിടത്തും ലഹള അടിച്ചമർത്തി, നിരവധി ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്നു, വളരെ പേര് പീരങ്കിക്ക് ഇരയാക്കി, അനേകമായിരം ആളുകളെ വഴിമരക്കൊമ്പുകളിൽ ജീവനോടെ തലകീഴായി കെട്ടിത്തൂക്കി. അവധിൽ മാത്രം, ഇത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ, അവധിൽ മാത്രം കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരിൽ 1 ലക്ഷം പേർ സാധാരണക്കാരായിരുന്നു. 1.5 ലക്ഷം പേരോളം മരിക്കുന്നുണ്ട്. അതിൽ തന്നെ 1 ലക്ഷം പേരെന്തായിരുന്നു, സാധാരണ ജനവിഭാഗങ്ങളായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ അടിച്ചമർത്തലിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ ഐക്യത്തിന് സാധിച്ചു. കലാപം നടക്കാത്തിടങ്ങളിൽ പോലും സാധാരണ ജനങ്ങളുടെ പിന്തുണ കലാപകാരികൾക്കുണ്ടായിരുന്നു. കലാപത്തിന്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു. സുഹൃത്തുക്കളെ, ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കേണ്ടതാണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ ചിലപ്പോൾ വരുമ്പോൾ നമുക്ക് സംശയം തോന്നും, സംശയം തോന്നരുത്, അവിടെ പ്രത്യേകം എഴുതി വെക്കേണ്ടതാണ്. ഹിന്ദു മുസ്ലിം ഐക്യം 1857 1-ാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സോ സുഹൃത്തുക്കളെ, ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ട മറ്റൊരു വസ്തുതയാണ് 1857 കലാപത്തിൽ ഒരു ചിഹ്നമുണ്ടായിരുന്നു. ഓക്കെ, ഒരു ചിഹ്നം, ആ ചിഹ്നം എന്ന് പറയുന്നത് എന്തായിരുന്നു, താമരയും ചപ്പാത്തിയും. ഓക്കെ, താമരയും ചപ്പാത്തിയും. സോ ഈ ചപ്പാത്തി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, അതായത് ആശയവിനിമയ രീതിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ചപ്പാത്തി സൂചിപ്പിക്കുന്നത്. സോ താമരയും ചപ്പാത്തിയും ജസ്റ്റ് അവിടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ദെൻ ആദ്യത്തെ രക്തസാക്ഷി നമ്മൾ പറഞ്ഞു, ആരാണ്, മംഗൾ പാണ്ഡെയാണ്. സോ ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ട മറ്റൊരു വസ്തുത, എന്തുകൊണ്ട് 1857 കലാപം പരാജയപ്പെട്ടു. ഓക്കെ, സോ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും എന്താണ്, അവിടെ ഒരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നെങ്കിലും ഉത്തരേന്ത്യയിൽ മാത്രമാണ് കലാപം കൂടുതൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ദക്ഷിണേന്ത്യയിൽ വരുമ്പോൾ അത്രത്തോളം കലാപം സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ സമ്പന്നരായിട്ടുള്ള നാട്ടുരാജ്യങ്ങൾ അല്ലെങ്കിൽ നാട്ടുരാജാക്കന്മാർ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാരെ പിന്തുണച്ചു. അതുപോലെ തന്നെ ആയുധങ്ങളുടെ കുറവ്, അല്ലെ, ഇംഗ്ലീഷുകാരുടെ കയ്യിൽ നല്ല രീതിയിലുള്ള തോക്കും കാര്യങ്ങളൊക്കെ കൈവശമുള്ളപ്പോൾ ഇന്ത്യക്കാരുടെ കയ്യിൽ അത്രത്തോളം ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഒന്നും ഇവിടെ വന്നിട്ടില്ല. ഓക്കെ, കല്ലും അതുപോലെ തന്നെ എന്താണ്, മരവും മരത്തിലെ കമ്പുകളും ഒക്കെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ഈ ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്നത്. സോ ആയുധങ്ങളുടെ കുറവ് അവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവർ, ഓക്കെ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവർ എന്ത് ചെയ്യുന്നില്ല, കലാപത്തെ പിന്തുണയ്ക്കുന്നില്ല. ഇത്രയും കാര്യങ്ങൾ ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടതാണ്. സോ ഇനി നമുക്ക് എന്ത് നോക്കാം, കലാപം നടന്ന സ്ഥലം, കലാപത്തിന് നേതൃത്വം നൽകിയവര്, അതിൻ്റെ പ്രത്യേകതകൾ, സവിശേഷതകൾ എന്തൊക്കെയാണ്. സോ കലാപം നടന്ന സ്ഥലം ഡൽഹി. ഓക്കെ, ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ആരാണ്, ബഹദൂർ ഷാ രണ്ടാമൻ. ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമൻ. സുഹൃത്തുക്കളെ, ഈ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഇത് പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒന്നെങ്കിൽ സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ചേരുംപടി ചേർക്കുക, അല്ലെങ്കിൽ തെറ്റായത് കണ്ടെത്തുക, ശരിയായത് കണ്ടെത്തുക തുടങ്ങിയ രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, ഇത് മാറ്റി മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പല പരീക്ഷകളിൽ ആവർത്തിച്ചിട്ടുള്ള ഒരു പോർഷനാണ് ഇത്. ഓക്കെ, സോ ഡൽഹിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയ ആരാണ്, ബഹദൂർ ഷാ രണ്ടാമനും ഒരാളും കൂടെ ഉണ്ട്, ജനറൽ ഭക്ത് ഖാനും. ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഖാനും. ഓക്കെ, ഇത് പഠിക്കാനായിട്ടൊരു എളുപ്പ മാർഗമുണ്ട്. ഓക്കെ, ഡെല്ല് എന്ന് പറയുന്നത് എന്താണ്, ലാപ്ടോപ്പ്, ഡെല്ല് ലാപ്ടോപ്പ്. ഓക്കെ, സോ ഡെല്ല് ലാപ്ടോപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്,
ഷാറൂഖ് ഖാന്റെ ഷാറൂഖ് ഖാന്റെ ഒരു ചിത്രമുണ്ടായിരുന്നു എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ഡൽഹിൻ്റെ ലാപ്ടോപ്പിൽ ഷാറൂഖ് ഖാന്റെ ഒരു ചിത്രമുണ്ടായിരുന്നു. ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഖാനും. സോ അവിടുത്തെ പ്രത്യേകതകൾ എന്തായിരുന്നു? കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. ആരെ? ബഹദൂർ ഷാ രണ്ടാമനെ. വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ റങ്കൂണിലേക്ക് നാടുകടത്തി. സോ റങ്കൂണിലേക്ക് നാടുകടത്തപ്പെട്ട നേതാവ് എന്ന് ചോദിക്കാം. ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. പിന്നെ ഈ ബഹദൂർ ഷാ രണ്ടാമനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നാട് കടത്തുന്നുണ്ട്. പിന്നെ ഝാൻസി, അത് നമുക്ക് കിട്ടും. നമ്മൾ കേട്ട് പരിചയമുള്ളതാണ്. ഝാൻസി അല്ലെ, റാണി ലക്ഷ്മി ഭായ്. ഝാൻസിയിൽ നേതൃത്വം നൽകിയ ആരാണ്? റാണി ലക്ഷ്മി ഭായ്. ഝാൻസിയിലെ ഭരണാധികാരിയായിരുന്നു ആരെന്ന് പറയുന്നത്? ഝാൻസി എന്ന് പറയുന്നത് റാണി ലക്ഷ്മി ഭായ് എന്ന് പറയുന്നത്. റാണി ലക്ഷ്മി ഭായ് എന്ന് പറയുന്നത് ഝാൻസിയിലെ ഭരണാധികാരിയായിരുന്നു. അതോടൊപ്പം തന്നെ ജനറൽ ഭക്ത് ഖാൻ എന്ന് പറയുന്നത് ബഹദൂർ ഷാ രണ്ടാമന്റെ സൈനിക ജനറൽ ആയിരുന്നു. ആരെന്ന് പറയുന്നത്? ജനറൽ ഭക്ത് ഖാൻ. ഇനി അടുത്ത നോക്കിയേ, കാൺപൂരിലെ നേതാവ് ആരായിരുന്നു? നാനാ സാഹിബ്. മറാത്ത ഭരണാധികാരി ആരായിരുന്നു? നാനാ സാഹിബ്. ദെൻ താന്തിയ തോപ്പി, നാനാ സാഹിബിന്റെ സൈനിക തലവനായിരുന്നു താന്തിയ തോപ്പി. ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ചത് ആരാണ്? താന്തിയ തോപ്പിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സുഹൃത്തുക്കളെ, കാരണം ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ 1857 വിപ്ലവത്തിലെ ഗറില്ല യുദ്ധമുറ ഉപയോഗിച്ചത് ആര് എന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? താന്തിയ തോപ്പി. ദെൻ അപ്പോൾ ഡൽഹിയിലെ ലാപ്ടോപ്പിൽ ഷാറൂഖ് ഖാന്റെ ഒരു ചിത്രമുണ്ടായിരുന്നു. ഝാൻസി റാണി ലക്ഷ്മി ഭായ്, അത് നമുക്ക് കിട്ടും. കാൺപൂരിൽ നാനാ സാഹിബ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ പഠിക്കാം? ഖാന അല്ലേ, ഖാന എന്ന് പറയുന്ന ഹിന്ദിയിൽ എന്താണ്? ആഹാരം. ഖാന താ നമുക്ക് പഠിക്കാം. ഖാന താ. കാൺപൂർ, നാനാ സാഹിബ്, താന്തിയ തോപ്പി. ഖാന താ. അടുത്ത നോക്കി, ലക്നൌവിൽ ആരായിരുന്നു? ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു നേതൃത്വം നൽകിയിരുന്നത്. ലക്നൌവിൽ ആരായിരുന്നു? ബീഗം ഹസ്രത്ത് മഹൽ. അവധിലെ ഭരണാധികാരിയായിരുന്നു ആരെന്ന് പറയുന്നത്? ബീഗം ഹസ്രത്ത് മഹൽ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് എന്തെന്ന് പഠിക്കാം? ലക്കിന് ഒരു ബാഗ് കിട്ടി എന്ന് പഠിച്ചാൽ മതി. ലക്കിന് ഒരു ബാഗ് കിട്ടി. ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ, ലക്കിന് ഒരു ബാഗ് കിട്ടി എന്ന് പഠിച്ചാൽ മതി. ബീഹാറിലെ ആര എന്ന് പറയുന്ന അവിടെ നേതാവ് ആരായിരുന്നു? കൻവർ സിംഗ്. ജഗദീഷ്പൂരിലെ കർഷക പ്രഭു ആയിരുന്നു ആരെന്ന് പറയുന്നത്? കൻവർ സിംഗ് എന്ന് പറയുന്നത്. സോ ബീഹാറിലെ നേതാവ് ആരായിരുന്നു അല്ലെങ്കിൽ നേതൃത്വം കൊടുത്തത്? കൻവർ സിംഗ്. ജഗദീഷ്പൂരിലെ കർഷക പ്രഭു ആയിരുന്നു ആരെന്ന് പറയുന്നത്? കൻവർ സിംഗ് എന്ന് പറയുന്നത്. സോ ബീഹാറിലെ ആരാണ്? കൻവർ സിംഗ്. സോ ബീഹാറിൽ കൻവർ സിംഗ് എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അവിടെ പഠിച്ചു വെച്ചാൽ മതി. ബീഹാറിലെ കൻവർ സിംഗ് എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇത് കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇത് തൽക്കാലം SCERTയിൽ ഇത്രയും പറയുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് മാത്രമേ പറയുന്നുള്ളൂ. സോ ഇത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. കാരണം ഈ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നത് എന്ത് ചെയ്യാം? അതേപടി ചോദിക്കാം. സോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരു കോഡൊക്കെ വെച്ച് പഠിച്ചിരുന്നാൽ ഉറപ്പായിട്ടും മാറിപ്പോകത്തില്ല. സോ 1857 കലാപത്തിന് ചില പരിമിതികളുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്തായിരുന്നു ആ പരിമിതി എന്ന് പറയുന്നത്. എന്തായിരുന്നു ആ ഒരു ഡിഫോൾട്ട് എന്ന് പറയുന്നത്? കലാപം ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രം ഒതുങ്ങി അല്ലേ. ദക്ഷിണേന്ത്യയിലോട്ട് കലാപം അത്രയ്ക്ക് സ്ട്രോങ് അല്ലായിരുന്നു, ഉത്തരേന്ത്യയിൽ മാത്രമായിരുന്നു. ആ സ്ഥലങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കലാപത്തിന് സംഘടിത നേതൃത്വമില്ലായിരുന്നു അല്ലെ, സംഘടിത സ്വഭാവമില്ലായിരുന്നു. പക്ഷേ ഒരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നു, പക്ഷെ ഒരു സംഘടിത നേതൃത്വമില്ലായിരുന്നു. കലാപകാരിയേക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘടനാ മികവും കമ്പനി സൈന്യത്തിനുണ്ടായിരുന്നു. അപ്പോൾ കമ്പനി സൈന്യത്തിന് എന്താണ്? നല്ല രീതിയിലുള്ള എന്തുണ്ടായിരുന്നു? ആയുധങ്ങളും അതോടൊപ്പം തന്നെ സൈനിക ശേഷിയും ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തെ അനുകൂലിച്ചില്ല. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ തെറ്റിപ്പോകാൻ വളരെ വളരെ സാധ്യതയുള്ളതാണ് ഈ ഒരു ഫാക്റ്റ്. ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തെ അനുകൂലിച്ചില്ല. അനുകൂലിച്ചില്ല എന്നാണ്, അനുകൂലിച്ചു എന്നല്ല. മധ്യവർഗം എന്ത് ചെയ്തില്ല? കലാപത്തെ അനുകൂലിച്ചില്ല. രാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ ഒരു വിഭാഗം കലാപത്തിൽ നിന്നും വിട്ടുനിന്നു. അതായത് സമ്പന്നരായിട്ടുള്ള ഭരണാധികാരികൾ എന്ത് ചെയ്തില്ല? 1857 കലാപത്തെ പിന്തുണച്ചിരുന്നില്ല. ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക.
സോ അടുത്ത നോക്കി, 1857 കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും അത് പിൻകാല ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി. അപ്പോൾ 1857 കലാപം അവർ പരാജയപ്പെടുത്തുന്നുണ്ടെങ്കിലും പക്ഷേ അത് ഒരിക്കലും എന്തല്ല, ഒരു പരാജയമല്ല, ഒട്ടനവധി മാറ്റങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവരികയാണ്, എസ്പെഷ്യലി ഭരണത്തിൽ. ഓക്കെ, സോ എന്തായിരുന്നു ആ മാറ്റം എന്ന് പറയുന്നത്? ആ ഒന്നാമത്തെ പോയിന്റ്, ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചു. ഓക്കെ, അല്ലെങ്കിൽ അവസാനിച്ചു. ഈസ്റ്റ് ഇന്ത്യ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ അവസാനിക്കുകയാണ്. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ഓക്കെ, സോ ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ എന്താവുകയാണ്? ഇന്ത്യയിലെ ഭരണം ആവുകയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം പോയി. ഓക്കെ, ഗവർണർ ജനറൽ എന്നതിന് പകരം എന്ത് വന്നു? വൈസ്രോയി എന്ന പദവി നിലവിൽ വന്നു. അപ്പോൾ ഗവർണർ ജനറൽ ഇനി മുതൽ ഇല്ല, പകരം എന്താണ്? 1857 വിപ്ലവത്തിന്റെ ഫലമായി വൈസ്രോയി എന്ന പദവിയാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി. കാരണം 1857 ഒരു തൊട്ട് മുന്നേയുള്ള വർഷങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ബ്രിട്ടീഷുകാരെ എതിർക്കുന്നവരുടെ എണ്ണം അല്ലെങ്കിൽ എതിർക്കുന്നവരുടെ ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ഓക്കെ, പക്ഷെ 1857 ഈ ഒരു കലാപത്തിന് ശേഷം ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ശക്തമായി ബ്രിട്ടീഷുകാരെ എതിർക്കുകയും സമരങ്ങളും ഒക്കെ ആയി മുന്നോട്ട് വരികയാണ്. കച്ചവടത്തിനായി വന്ന വിദേശികൾ ഇന്ത്യയിൽ രാഷ്ട്രീയാധിപത്യം നേടിയെടുത്തു. ഓക്കെ, കച്ചവടത്തിനായി വന്നതാണ് അല്ലേ, അവസാനം എന്ത് ചെയ്തു? അവരുടെ ഒരു ആധിപത്യം നേടിയെടുക്കുകയാണ്. പല മുന്നേറ്റങ്ങളും പല സമര രീതികളും പിന്നീട് വരികയാണ്. ഇതിനെല്ലാത്തിനുമുള്ള ഊർജം എന്ന് പറയുന്നത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. ഓക്കെ, അപ്പോൾ 1857 കലാപം, സിനിമയും സാഹിത്യവും. ഓക്കെ, സോ 1857 പശ്ചാത്തലമാക്കി പല സിനിമകളും പലതരത്തിലുള്ള കൃതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. മോഹൻ സിൻഹയുടെ 1857, കേതൻ മെഹ്ത്ത സംവിധാനം ചെയ്ത മംഗൾ പാണ്ഡെ ദ റൈസിംഗ്. ഓക്കെ, സോ ഈ മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന് പറയുന്ന സിനിമയിൽ അമീർ ഖാനാണ് മംഗൾ പാണ്ഡെ ആയിട്ട് അഭിനയിക്കുന്നത്. ക്രിഷ് ജഗർല മുടിയുടെ മണികർണിക. ഓക്കെ, മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി. ഓക്കെ, ഇതും അടുത്തിടെ ഇറങ്ങിയ സിനിമയാണ്. എന്നീ ചലച്ചിത്രങ്ങൾ 1857 കലാപം പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ടവയാണ്. മഹാശ്വേത ദേവിയുടെ ഝാൻസി റാണി, മലയാറ്റൂർ രാമകൃഷ്ണന്റെ അമൃതം തേടി എന്നീ നോവലുകളും 1857 കലാപത്തെ പശ്ചാത്തലമാക്കി രചിക്കപ്പെട്ടവയാണ്. ഇത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ബോക്സ്. ഈ ബോക്സിൽ ഓരോ കൃതിയും പഠിച്ചു വച്ചേക്കുക. അത് എഴുതിയ ആളുകൾ അല്ലെങ്കിൽ അത് സംവിധാനം ചെയ്ത ആളുകൾ. ഈ മലയാറ്റൂർ രാധാകൃഷ്ണന്റെ അമൃതം തേടിയൊക്കെ ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ സുഹൃത്തുക്കളെ, പിടികിട്ടിയല്ലോ. അപ്പോൾ കച്ചവടത്തിനായി വന്ന വിദേശികൾ നമ്മൾ പറഞ്ഞു, പിന്നീട് എന്ത് ചെയ്യുകയാണ്? അവർ ഇവിടെ രാഷ്ട്രീയ ആധിപത്യം നേടിയെടുക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഒരു പാഠഭാഗം അല്ലെ, ഓരോ പാഠഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്? ഈ പാഠഭാഗം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സോ അതിന് അർത്ഥമെന്ന് പറയുന്നത് ഇതിലെ എല്ലാ പോയിന്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഏറെ പ്രാധാന്യമുള്ളതാണ്. എക്സാമിന് ഉറപ്പായിട്ടും നിങ്ങൾ ഏത് എക്സാമിനാണോ തയ്യാറെടുക്കുന്നത് ആ എക്സാമിന് ഉറപ്പായിട്ടും ഇതിൽ നിന്നും ഒരു ചോദ്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് 1-2 MCQസും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. 1857 കലാപത്തെ ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ സമരമായി വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണം എന്ത്? ഒരു രാജാവിൻ്റെ നേതൃത്വത്തിലായിരുന്നോ? വിദേശ സഹായം ലഭിച്ചു, വിവിധ ജനവിഭാഗങ്ങൾ പങ്കെടുത്തു, വിജയകരമായി അവസാനിച്ചു. അപ്പോൾ ഇതിൻ്റെ ആൻസർ കൂട്ടുകാർക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുക. ഓക്കെ, ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? യെസ്, സി. ഓക്കെ, വിവിധ ജനവിഭാഗങ്ങൾ പങ്കെടുത്തു. അടുത്ത ചോദ്യം നോക്കിയേ. 1857 കലാപത്തിൽ ഡൽഹിയിലെ നേതാവായി പ്രഖ്യാപിക്കപ്പെട്ടത് ആര്? നാനാ സാഹിബ്, റാണി ലക്ഷ്മിഭായ്, ബഹദൂർ ഷാ, താന്തിയ തോപ്പി. അവിടെ ആ ഒരു കോഡ് ഉണ്ടെങ്കിൽ എന്താണ്? ഡൽഹി, ഡെൽ എന്ന ലാപ്ടോപ്പിൽ ഷാറൂഖ് ഖാന്റെ ചിത്രം ഉണ്ടായിരുന്നു. സോ ഏതാണ് ഇവിടുത്തെ ആൻസർ? ബഹദൂർ ഷാ. ഓപ്ഷൻ സി, ബഹദൂർ ഷാ രണ്ടാമനാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, സോ സുഹൃത്തുക്കളെ, ഈ 3 പാർട്ടും കൃത്യമായിട്ട് കൂട്ടുകാരെ പഠിക്കുക. ഓക്കെ,
സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ വീഡിയോ കണ്ടു നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾ ഏത് എക്സാമിനാണോ എടുക്കുന്നത് അവിടെ നിങ്ങൾക്ക് ഇത് വളരെയധികം പ്രയോജനപ്പെടും. ഇതിൽ നിന്നും 1 or 2 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ഓക്കെ സുഹൃത്തുക്കളെ, സോ നന്നായിട്ട് പഠിക്കുക, പഠിച്ച് മുന്നോട്ട് വരിക. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.